പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ മാറിപ്പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന കൃഷ് ഒടുവിൽ കൺമണിയെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൺമണിയുടെ വീട്ടിലേക്ക് കൃഷ് എത്തുന്നു. എന്നാൽ കൃഷിനെ കാണുന്ന കൺമണി തനിക്ക് കാണേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ് ആകട്ടെ, കൺമണി, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ആ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. അത് ഞാൻ ഉറപ്പു നൽകുന്ന കാര്യമാണ്. എന്നെ വിശ്വസിക്കാം. ധൈര്യമായി എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. എന്താണ് പറയേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. എന്താണ് സാറിന് പറയാനുള്ളത്? കൃഷ് സാർ പറഞ്ഞോളൂ. കാര്യങ്ങൾ എന്തായാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. കൺമണി, നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. പത്രത്തിൽ പരസ്യം കൊടുത്തതിന് പിന്നിൽ എനിക്ക് യാതൊരു അറിവുമില്ല. ഓ, അങ്ങനെയാണോ? കൃഷ് സാർ ആ ഓഫീസിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് ആഘോഷിക്കുന്നത്. കൺമണി, നീ പറയുന്നതെല്ലാം ശരിയാണ്. നീ പറയുന്നതിനോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് സത്യം തന്നെയാണ്. അതിൽ എനിക്കും വളരെയധികം വിഷമമുണ്ട് എന്നതാണ് സത്യം. ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞങ്ങളും കരുതിയതല്ല. പക്ഷേ ആ മാനസ, അവളാണ് എടുത്തു ചാടി കാര്യങ്ങളെല്ലാം ഇങ്ങനെയാക്കിയത്. അതിൽ വളരെയധികം വിഷമം ഞങ്ങൾക്കുണ്ട് എന്നതാണ് സത്യം. കാരണം കൺമണി ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതിനെല്ലാം ഞങ്ങൾ കൺമണിയോട് കടപ്പെട്ടിരിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ കൺമണിയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിട്ട് ഞാൻ മുന്നിലേക്ക് വരികയാണ്. നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. വേണ്ട കൃഷ് സാർ, അങ്ങനെയൊന്നും വേണ്ട. ഞാൻ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത്, മനസ്സിലായി കൺമണി, നിനക്ക് വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. വിഷമിക്കുന്നതിന് കാരണവുമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ തെറ്റു പറയില്ല എന്നതാണ് സത്യം. എന്തായാലും ഇനി കൺമണി, നീ ഒറ്റയ്ക്കല്ല, കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് എന്നതാണ് സത്യം. അതിൽ യാതൊരു മാറ്റവുമില്ല. നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ നേരിടും. മനസ്സിലായോ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് എന്തൊക്കെ സംഭവിച്ചാലും അതിലൊരു മാറ്റവുമില്ല. കാരണം നീ എൻ്റെ പെണ്ണാണ്. നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നത് തന്നെയാണ് സത്യം. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് വീണ്ടും വരുൺ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്ന കൺമണിയോട് ഇനി ജോലിക്കൊന്നും പോകേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് വരുൺ. നിന്നെ എന്തായാലും അവർ അപമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നീ അവിടേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യത്തിൽ മറ്റൊരു സംസാരവുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ നിന്നോട് സംസാരിക്കുന്നതിനായി ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇനിയൊരു വിട്ടുവീഴ്ച ഇല്ല. എന്നാൽ ഇത് കേൾക്കുന്ന കൺമണി, വരുൺ, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. അതുകൊണ്ട് തന്നെ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല.
എടി, നീ അത്രയ്ക്കായോടി എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുമ്പോഴാണ് വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് ക്രിഷ് കടന്നു വരുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വരുണിൻ്റെ മുന്നിൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.